ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ സെക്കൻഡ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. എന്നാലാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഥയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താലും നെക്സ്റ്റ് ഹീറോ നേരെ അവന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരുമ്പോ ഫ്രണ്ട് വളരെ ക്യൂരിയസ് ആയി, എന്താ ബ്രോ നീ എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുവാണ്. ഒന്ന് പോടാ, എനിക്ക് അവളെ തൊടാൻ പോലും പറ്റിയില്ല. അതൊക്കെ നിക്കട്ടെ, അവൾക്ക് പ്രശ്നമൊന്നും വരാതെ നോക്കിയാല് നീ എനിക്ക് ഡ്രോൺ തരാമെന്ന് പറഞ്ഞില്ലേ, ആ ഡ്രോൺ ആദ്യം താ എന്ന് ചോദിച്ചാല് ഇവന് പറഞ്ഞ പോലെ ആ ഡ്രോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഹീറോയിന്റെ പിന്നാലെ അധികം ഫോളോ ചെയ്ത് പോകാൻ പറ്റിയില്ല. കാരണം അവസാനം അവളുടെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വന്നെന്ന് പറഞ്ഞതും ഇത് കേട്ടതും ഫ്രണ്ടിന് മുഖം ആകെ മാറുന്നുണ്ട്. എന്ത് ബോയ് ഫ്രണ്ടോ? ശരി, അവൻ കാണാൻ എങ്ങനെയാ, എന്നെക്കാളും സുന്ദരനാണോ എന്നൊക്കെ ചോദിച്ചാല് ഹീറോ, നിനക്ക് അതാണല്ലോ ഇപ്പൊ മുഖ്യം. ഞാനാണെങ്കിൽ ആ പെണ്ണിനെ എങ്ങനെ രക്ഷിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രല്ല, സ്റ്റോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പയ്യൻ ഹീറോയിനെ തന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവൻ ആരാണെന്ന് എന്താണെന്നോ ഇതുവരെ അറിയില്ലെന്ന് പറയുവാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഹീറോ പിന്നെയും ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. ഇന്നെങ്കിലും ഹീറോയിനെ ടച്ച് ചെയ്യണമെന്ന് കരുതി അവൻ ആലോചിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അവിടേക്ക് ഷോപ്പിന്റെ ഓണർ ലേഡി വരുന്നത്. ഹേയ്, ഇന്ന് നൈറ്റ് ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു വെൽക്കം പാർട്ടി വെച്ചിട്ടുണ്ട്, സോ പബ്ബിലേക്ക് പോകാമെന്ന് വിളിച്ചാല് ഏയ് ഞാനില്ല, ഞാൻ വരുന്നില്ലെന്ന് അവൻ പറയാണ്. ഉടനെ അവരെ ഹീറോയുടെ കൈ പിടിച്ച് ഫോഴ്സ് ചെയ്ത് വിളിക്കാനായിട്ട് തുടങ്ങിയതും അവരുടെ ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഇവനെ കാണാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് ഇവർ കരഞ്ഞുകൊണ്ട് ഹീറോയിന്റെ നെയിം അലറി വിളിക്കുന്നത് പോലെയാണ് അവൻ കാണുന്നത്. ഉടനെ ഹീറോ ഇത് കണ്ടതും ഇനി ഇവർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറോയിന് ഇന്നായിരിക്കും ആപത്ത് വരാൻ പോകുന്നേ, നമ്മളും കൂടെ പോകുന്നതാണ് ബുദ്ധി എന്ന് ചിന്തിച്ചിട്ട് അവനും പാർട്ടിക്ക് വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ദെൻ കട്ട് ചെയ്താലെ നൈറ്റ് പാർട്ടിയിലാണ് കാണിക്കുന്നത്. പാർട്ടിയിൽ എല്ലാവരും ഡ്രിങ്ക് ഒക്കെ ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ പെട്ടെന്നാണ് അവിടേക്ക് 3 കുടിയന്മാര് പയ്യന്മാര് കയറി വന്ന് പ്രശ്നമുണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. ഹീറോ ഗേൾസിന്റെ മുമ്പിൽ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്ന് നീയൊക്കെ ആരാടാ, ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചാല് അവന്മാർ ഒരൊറ്റ പഞ്ചാണ്. അത്രേ ഉള്ളൂ. അതോടെ നമ്മുടെ ഹീറോയുടെ ബോധവും പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഹീറോ കണ്ണു തുറന്ന് നോക്കിയാല് ഹീറോയിൻ അവന്റെ അടുത്ത് തന്നെയുണ്ട്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുവാണ്. ഇവൻ ഒന്നുകൂടെ എഴുന്നേറ്റിരുന്ന് നോക്കിയാല് ഇപ്പോ ഇവൻ അടിച്ചിട്ട് അവന്മാരും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളും ചേർന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഉടനെ ഹീറോയിനും നിന്നോടാരാ ഓവറായിട്ട് റിയാക്ട് ചെയ്ത് ചെന്ന് അടി വാങ്ങാൻ പറഞ്ഞത്, അവരും ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണെന്ന് പറയുവാണ്. ഇത് കേട്ട ഹീറോ, ഓ അപ്പൊ ഞാനാണല്ലേ വെറുതെ എടുത്തു ചാടി അടി വാങ്ങി കൂട്ടിയതെന്ന് ചിന്തിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവരുടെ ഷോപ്പ് ഓണർ ലേഡി ഹീറോയിന്റെ നെയിം വിളിച്ച് അലറാനായിട്ട് തുടങ്ങുന്നത്. ഹീറോ ഇത് കണ്ടതും ഇതല്ലേ നമ്മൾ അവരെ ടച്ച് ചെയ്തപ്പോ കണ്ട സീൻ എന്ന് ചിന്തിക്കുവാണ്. ഇവരെന്തിനാ ഇങ്ങനെ കടന്ന് അലറുന്നതെന്ന് ഹീറോയിനോട് ചോദിച്ചാല് ഓ അവള് കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാ, ഓരോ ആവശ്യമില്ലാതെ എന്റെ പേരിങ്ങനെ വിളിച്ച് അലറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതും ഹീറോ ഉടനെ എന്റെ പവർ എനിക്കപ്പോ പണി തരാൻ തുടങ്ങി, ആവശ്യമില്ലാതെ വന്ന് അടി വാങ്ങിയല്ലോ എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ടി കഴിഞ്ഞ് ഹീറോ പോകാൻ നേരം ഹീറോയിനും അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഇവളൊരു ഊഞ്ഞാല കാണുന്നുണ്ട്. ഉടനെ തന്നെ ഹീറോയിൻ അതിൽ കയറിയിരുന്ന് ആടാനായിട്ട് തുടങ്ങുവാണ്. എന്നിട്ട് ഹീറോയെ നോക്കി നീ ഇതിൽ കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഹീറോ, ആരോടെ, എന്നോടാണോ? ഞാൻ ഇതിൽ ഇരുന്ന് മാത്രമല്ല നിന്ന് വരെ അഭ്യാസം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് കമ്പനിക്ക് വേറൊരാൾ കൂടി വേണമെന്ന് പറഞ്ഞതും ഉടനെ ഹീറോയിനും ഞാൻ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ കൂടെ ചേർന്ന് നിന്ന് ഒന്നിച്ച് ഊഞ്ഞാലിൽ നിന്ന് ആടാനായിട്ട് തുടങ്ങുവാണ്. അപ്പോ ഇവര് രണ്ടുപേരും വളരെ ക്ലോസ് ആകുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേർക്കും തമ്മിൽ ലൈറ്റ് ആയിട്ട് ക്രഷ് ഒക്കെ വരാനായിട്ട് തുടങ്ങുവാണ്. ഉടനെ ഹീറോയിന് പെട്ടെന്ന് അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് ചിന്തിച്ചിട്ടേ ശരി മതി, ടൈം ഒരുപാടായി, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി നടക്കാനായിട്ട് തുടങ്ങുവാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിനോട് എന്തോ ഒരു ഫീലിംഗ് സ്റ്റാർട്ട് ആകുന്നുണ്ട്. കട്ട് ചെയ്താലും നെക്സ്റ്റ് ഡേ ഷോപ്പിലാണ് കാണിക്കുന്നത്. ഹീറോയിൻ വർക്ക് ചെയ്യുമ്പോൾ അവൾ ഒരു വലിയ ഹൈ ഹീല് ധരിച്ചിട്ടുണ്ടാകും. സോ അവൾക്ക് ശരിയായിട്ട് നടക്കാനും പറ്റുന്നില്ല, ലൈറ്റ് ആയിട്ട് പെയിനും തോന്നുന്നുണ്ട്. ഞൊണ്ടിയാണ് അവള് നടക്കുന്നത്. ഇത് നമ്മുടെ ഹീറോ നോട്ടീസ് ചെയ്ത് എന്താ ചെയ്യുന്നെന്ന് നോക്കിയാല് അവളെ അടുത്തുള്ള ഒരു സ്റ്റോറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിനക്ക് ഹീൽസ് ഇട്ട് നടക്കുമ്പോ കാല് വേദനിക്കുന്നില്ലേ, പിന്നെ എന്തിനാ പിന്നെയും അത് ധരിച്ചിരിക്കുന്നത്, ആ ദൂരി മാറ്റെന്ന് പറഞ്ഞിട്ട് ആ ഹീൽസിന് പകരം അവനൊരു ഷൂ വാങ്ങി കൊടുക്കുവാണ്. ഹീറോയിനും സന്തോഷത്തോടെ അത് വാങ്ങിയിടുന്നുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് പുറത്തേക്ക് വരുമ്പോ ആ സമയത്താണ് കറക്റ്റ് ആയിട്ട് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരുന്നത്. അവൻ വന്ന ഉടനെ തന്നെ ഹീറോയെ ഒരുമാതിരി പേടിപ്പിക്കുന്ന രീതിയിൽ നോക്കിയിട്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയും ഒരു വിധത്തിൽ സാഡ് ആയിട്ട് തിരികെ ഷോപ്പിലേക്ക് വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഹീറോയിന്റെ ഫ്രണ്ട് ഇത് കണ്ടിട്ട് ഹേയ് സത്യം പറയടാ, നിനക്ക് ഹീറോയിനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുവാണ്. ഇവനുടനെ ഒന്നും അറിയാത്ത പോലെ അങ്ങനെയൊന്നുമില്ലല്ലോ, നീ ചുമ്മാ കഥ ഉണ്ടാക്കി പറയല്ലേ, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സും ഇല്ലെന്ന് അവൻ പറയുവാണ്.
ചുമ്മാ അഭിനയിക്കല്ലേ, എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അവളെ നീ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, നീ അവളെ കൂടെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? നിനക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ? പിന്നെ നീ എന്തിനാ മറച്ചു പിടിക്കുന്നേ? പക്ഷെ ഇവൻ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നേ ഇല്ല. അയ്യോടാ പാവം. അവൾക്കാണെങ്കിൽ ഓൾറെഡി തന്നെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അങ്ങനെയുള്ളപ്പോ നിനക്ക് അവളോട് ഫീലിങ്സ് തോന്നിയാല് ലാസ്റ്റ് നീ തന്നെ ആയിരിക്കും വിഷമിക്കാൻ പോകുന്നേ. ഒരു വിധത്തിൽ പറഞ്ഞു വന്നാല് നിന്നെ പോലെ തന്നെയാണ് ഞാനും. കുറെ നാളുകളായിട്ട് ഞാനും എന്റെ സിംഗിൾ ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഉടനെ ഹീറോ അവളുടെ കൈ ടച്ച് ചെയ്ത് അവളുടെ ഫ്യൂച്ചർ നോക്കുന്നുണ്ട്. ഹേയ്, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് ഒരു പയ്യൻ നിന്നെ വന്ന് പ്രൊപ്പോസ് ചെയ്യും, അതും റൊമാൻറ്റിക് ആയിട്ട് പാട്ട് പാടി തന്നെ പ്രൊപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞതും ഫ്രണ്ട് ഇത് കേട്ടി പൊട്ടിച്ചിരിച്ചിട്ട്, നിനക്ക് നന്നായിട്ട് തമാശ പറയാൻ അറിയാലേ? ശരി ശരി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തമാശ പറയുന്നത് നല്ലതാ, കേൾക്കാനും നല്ലൊരു സുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുവാണ്. നെക്സ്റ്റ് അന്നത്തെ ഹീറോയുടെ വർക്കും കഴിഞ്ഞ് അവൻ വെളിയിലേക്ക് വരുമ്പോ ഹീറോയിനും തിരികെ ബസ്സിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ അവളെ കണ്ടതും അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഇവനെ കണ്ട അവളും, എന്താ നീ ബസ്സിൽ വരുന്നേ? ഇതിനു മുമ്പ് നിന്നെ ഈ ബസ്സിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാല് ഹീറോ ഉടനെ, ഇല്ല, അത് പിന്നെ ഞാൻ വേറെ വേറെ ബസ്സിലായിരിക്കും ട്രാവൽ ചെയ്യാറ്, അതുകൊണ്ടായിരിക്കും നീ എന്നെ കാണാത്തതെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അവളും ഓ അങ്ങനെയാണോന്ന് ചോദിച്ച് അവര് രണ്ടുപേരും സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. കുറച്ചു കഴിഞ്ഞതും ഹീറോയിന് ഉറക്കം വന്ന് തൂങ്ങി ഹീറോയുടെ തോളിലേക്ക് തന്നെ ചാഞ്ഞു വീഴുന്നുണ്ട്. ഹീറോ ഇത് കണ്ടതും ഈ ചാൻസ് പാഴാക്കാൻ പാടില്ല, ഇനി അവളെ ടച്ച് ചെയ്യാൻ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല, സോ ഇപ്പോ ഈ ചാൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവളെ ടച്ച് ചെയ്യുന്നുണ്ട്. അന്നേരത്ത് നമ്മുടെ ഹീറോയിൻ ഏതോ ഒരു സ്റ്റെപ്പിൽ നിൽക്കുന്നുണ്ട്. ആരോ അവളെ താഴേക്ക് തള്ളി വിടുവാണ്. ഈ ഒരു സീൻ മാത്രമേ അവനെ കൊണ്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഇത് കണ്ടതും അവൻ, ഓ അങ്ങനെയാണെങ്കിൽ ഇവള് സ്റ്റെപ്പിൽ നിൽക്കുമ്പോഴാണ് ഇവൾക്ക് അപകടം സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നേരെ പിന്നെയും അവന്റെ ഫ്രണ്ടിനെ വന്ന് കണ്ട് അവൻ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉടനെ അവന്റെ ഫ്രണ്ടും, എന്ത് സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് തള്ളി വിട്ടെന്നോ? അങ്ങനെയാണെങ്കിൽ അത് ആ പെണ്ണിന്റെ വീട്ടിലെ സ്റ്റെപ്പിലും ആയിരിക്കാമല്ലോ. നീ എന്തിനാണ് അവളെ അങ്ങനെ വിട്ടിട്ട് വന്നത്? അവളുടെ വീട്ടിലേക്ക് നിനക്ക് പോകായിരുന്നില്ലേ എന്ന് ചോദിച്ചാല്, അതെ, ഇനി അവളുടെ വീട്ടിൽ കൂടി ഫോളോ ചെയ്ത് പോയിട്ട് വേണം അവൾ എന്നെ ചെരിപ്പൂരി അടിക്കാൻ. നീ എന്താ തമാശ പറയാണോ? ആരെങ്കിലും കണ്ട് തെറ്റിദ്ധരിച്ചാല് എന്റെ കഥ തീർന്നു. അതും ഞാൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാല് വല്ല സ്റ്റോക്കർ ആണെന്ന് വിചാരിച്ച് അവള് പോലീസിന് പിടിച്ചു കൊടുക്കും. പിന്നെ എന്റെ ലൈഫ് കോഞ്ഞാട്ടയായെന്ന് പറഞ്ഞതും ഉടനെ ഫ്രണ്ടും, എന്നാലും ബ്രോ, അവള് പാവല്ലേടാ, അവളെ നീ ഇങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ, പ്ലീസ് ഡാ, അവളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യടാ എന്ന് പറഞ്ഞ് ഒരുപാട് കെഞ്ചുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയും വേറെ വഴിയില്ലാതെ എങ്ങനെ ഹീറോയിന്റെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുമെന്ന് ചിന്തിച്ചിട്ട് നെക്സ്റ്റ് ഡേ വർക്കിനും വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കടയുടെ ഓണർ ലേഡി വന്ന്, ഇത് നോക്കുമോനെ, എന്റെ ലാപ്ടോപ്പ് റിപ്പയർ ആയി, നീ ഇതൊന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിച്ചാല് അവനും ആ ലാപ്ടോപ്പ് വാങ്ങി നോക്കുന്നുണ്ട്. നോക്കിയാൽ അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പോഴാണ് ഹീറോയ്ക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നേ. ഉടനെ അവൻ ആ ലേഡിയോട്, മാഡം എനിക്ക് നല്ല തലവേദനിക്കുന്നുണ്ട്, ഒരു കോഫി ഇട്ട് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചാല് ദാ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഓണർ ലേഡിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഗ്യാപ്പില് ഹീറോയിന്റെ വീട് അവൻ കഷ്ടപ്പെട്ട് തപ്പിയെടുത്ത് ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ട് പിന്നീട് അവൻ എന്തോ കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുത്ത പോലെ, ഇതാ മാഡം, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഇനി ഒരു പ്രശ്നവും വരില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരികെ കൊടുക്കുവാണ്. എന്നിട്ട് നേരെ ഹീറോയിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അതേ സമയത്താണ് ഹീറോയിനും അവളുടെ വർക്ക് കഴിഞ്ഞ് ബോയ് ഫ്രണ്ടിന്റെ കൂടെ തിരികെ വീട്ടിലേക്ക് വരുന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോയിന് അച്ഛനും അമ്മയും ആരും ഇല്ലാത്തത് കൊണ്ടും ആകെയുള്ള ഈ ഒരു ബന്ധം കൂടി വിട്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവനോട് ലവ് എങ്ങനെയെങ്കിലും തുറന്ന് പറയിപ്പിക്കാൻ വേണ്ടിട്ട്, നീ എപ്പോഴാ ഫോറിനിലേക്ക് പോകുന്നേ, വേഗം തിരികെ വരുവോ, എനിക്ക് ഒരുപാട് മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാല് അവനും 1 വീക്കിലൊക്കെ പോകൂ എന്ന് പറയുവാണ്. അപ്പോ ഹീറോയിനും, ശരി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാല്, പറയാനോ, എന്ത് പറയാൻ, അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ലല്ലോ എന്ന് അവൻ ചുമ്മാ കാഷ്വൽ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഹീറോയിന് കുറച്ച് വിഷമാകുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഹീറോയും നമ്മുടെ ഹീറോയിനെ തേടി അവളുടെ വീടിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഹീറോയിനും ബോയ് ഫ്രണ്ടും കാറിൽ വന്ന് ഇറങ്ങുന്നത്. ഇവരെ കണ്ട് അവനും വേഗം പോയി മറഞ്ഞു നിൽക്കുവാണ്. ഇപ്പോ ഇറങ്ങി വന്ന ബോയ് ഫ്രണ്ടും ഹീറോയിനോട്, ശരി, നീ സേഫ് ആയിട്ട് വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞിട്ട് അവളുടെ നെറ്റിയിൽ കിസ് കൊടുക്കുന്നുണ്ട്. ഇത് ഒളിഞ്ഞിരുന്ന് ഹീറോ വാച്ച് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിനും കാണുന്നുണ്ട്. ഉടനെ അവളും, എന്താ നീ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ, പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് വിളിച്ചാല് ഹീറോയും ഒരു വളിച്ച ചിരിയോടുകൂടി, ഇല്ല അങ്ങനെ ഒന്നുമില്ല, വേറെ ഏതോ കപ്പിൾസ് ആയിരിക്കും എന്ന് കരുതിയാ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയാ മാറി നിന്നെന്ന് പറയുവാണ്. ഓ അങ്ങനെയാണോ, ശരി, ഇത് നോക്ക്, ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണ്, പിന്നെ ഇത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട് അവള്. പക്ഷെ പിന്നെയും ബോയ് ഫ്രണ്ട് ഹീറോയെ ഒരുമാതിരി പേടിപ്പിക്കുന്ന രീതിയിൽ അടിമുടി നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ഹീറോയ്ക്ക് ഇഷ്ടമാകുന്നില്ല. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്.
ഇനി രണ്ട് പാർട്ട് കൂടി മാത്രമേ ഈ ഡ്രാമയിൽ ബാക്കിയുള്ളൂ. അതുകൂടി കഴിഞ്ഞാലേ ഈ ഡ്രാമ തീർന്നു. നമുക്കൊരു അടിപൊളി ചൈനീസ് ഡ്രാമയായിട്ട് അടുത്തത് കാണാം. സോ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും മറ്റ് ചാനൽസും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.